രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചാവിഷയമായ ഒരു കാര്യമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ സംബന്ധിച്ചുള്ള ആരോപണം. അതായത് മാസപ്പടി വിവാദം. മാസപ്പടി വിവാദത്തിൽ വീണ വിജയന്റെ കമ്പനിക്ക് വലിയ പങ്കുണ്ട്, വലിയ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്ന തരത്തിലേക്കൊക്കെ വാർത്തകൾ വരികയും അത് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുകയും ആ അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള വാർത്തകളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ അതായത് ഇവിടുത്തെ രാഷ്ട്രീയ കേരളത്തെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വലിയ സമ്മർദ്ദത്തിലാക്കിയ ഈ വിഷയത്തിൽ, ഇടതുപക്ഷം ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിച്ച ഈ വിഷയത്തിൽ ചില സംശയങ്ങളുമായി എത്തിയിരിക്കുകയാണ് ചിലർക്ക് ചില ആരോപണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. ആരോപണം ഇപ്രകാരമാണ്: വീണ വിജയന്റെ ഈ അഴിമതി ആരോപണം പുറത്തു കൊണ്ടുവന്നതിൽ അല്ലെങ്കിൽ വീണ വിജയന്റെ ഈ കമ്പനിയുടെ ക്രമക്കേട് പുറത്തു കൊണ്ടുവന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ കുടുക്കിയതിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്ക് പങ്കുണ്ടോ എന്നുള്ളതായിരുന്നു. അതിന് കാരണമായി അവർ നിരത്തുന്ന ചില സാഹചര്യങ്ങൾ വളരെ കൃത്യവുമാണ്. അതായത് മാസപ്പടി വിവാദത്തിൽ പരാതി ഉന്നയിക്കുന്നത് ഷോൺ ജോർജ് ആണ്. ഷോൺ ജോർജ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുമായി വളരെ വലിയ സൗഹൃദം പുലർത്തുന്നവരാണ്. ഇരുവരും കലാലയ രാഷ്ട്രീയത്തിലൊക്കെ വളരെ സജീവമായി ഉണ്ടായിരുന്നവരാണ്. രണ്ടുപേർക്കും ഇടയിൽ വലിയ സൗഹൃദമാണുള്ളത്. ഇരുവരും ഒരേ ഓഫീസ് കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നതും എന്നതാണ് ഈ ആരോപണങ്ങൾക്കും സംശയത്തിനുമൊക്കെ കാരണമായത്. കാരണം ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ സൗഹൃദത്തിന്റെ പുറത്ത്, സൗഹൃദ ബന്ധത്തിന്റെ പുറത്ത് സ്വാഭാവികമായും ചർച്ച ചെയ്തിട്ടുണ്ടാകാം. ആ ചർച്ചയുടെ പുറത്ത് ബിനീഷ് കോടിയേരിയുടെ വളരെ തന്ത്രപരമായ ഒരു നീക്കമാണോ വീണ വിജയനെ കുടുക്കിയത് എന്ന ഒരു ആരോപണമാണ് മുൻപോട്ട് വെക്കുന്നത്. ഈ ആരോപണത്തിന് ആളുകൾ പറയുന്ന മറ്റു ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അതായത് കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിന് ശേഷം ചെറിയ അകൽച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും കോടിയേരിയും തമ്മിലൊക്കെ ഉണ്ടായി എന്നതാണ് അവർ ഉന്നയിക്കുന്ന ഒരു സംശയം. അതിന് കാരണമായി പറയുന്നത് അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല എന്നതൊക്കെയായിരുന്നു അവരുന്നയിക്കുന്ന ചില വാദങ്ങൾ. അത് ബാലിശമാണോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ളൊരു ആരോപണത്തിന്റെ പുറത്ത് ഉരുത്തിരിഞ്ഞതാണ് ഈ സംശയം. ഇതിനെതിരായി ഷോൺ ജോർജ് മറുപടി നൽകുന്നുമുണ്ട്. അദ്ദേഹത്തിന്റെ മറുപടി കേൾക്കാം. 1999 മാർവേനസ് കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങിയതാണ്. ഇന്ന് വരെ ഏറെക്കുറെ 25 വർഷമായി ഞങ്ങളുടെ അടുത്ത സൗഹൃദമാണ്. ആ സൗഹൃദം ഞാൻ ഇടതുപക്ഷത്ത് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ UDF ഭാഗമായി 2 മുന്നണിയിൽ നിന്നിട്ടുണ്ട്. പരസ്പര രാഷ്ട്രീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കിടയിലെ സൗഹൃദത്തെ ഒരിക്കലും ഇത് ബാധിച്ചിട്ടില്ല. പക്ഷെ ഈ വിഷയം എന്റെ ഓഫീസിൽ ഞാൻ ഇതിനു മുമ്പ് ഗവൺമെന്റ് ഞാൻ ഈ ടാക്സുമായി ബന്ധപ്പെട്ട്, നമ്മുടെ വാഹനങ്ങളുടെ ടാക്സുമായി ബന്ധപ്പെട്ട് ഞാൻ ഗവൺമെന്റ് ഇതിനു മുമ്പ് കേസ് ഫയൽ ചെയ്യുന്ന ആ കേസ് പെൻഡിംഗ് ആണ്. ഇരാറ്റുപേട്ട വാഗമൺ റോഡിനെ സംബന്ധിച്ച് ഗവൺമെന്റിനെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ട് അത് പെൻഡിംഗ് ആണ്. ഇറിഗേഷനുമായി ബന്ധപ്പെട്ട്, നമ്മുടെ പ്രളയവുമായി ബന്ധപ്പെട്ട് മണൽ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഗവൺമെന്റുമായിട്ട് ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ പിണറായിയെ തൊടുമ്പോൾ മാത്രമുള്ളൂ ഞാൻ ഈ ഗവൺമെന്റുമായി ബന്ധപ്പെടുമ്പോൾ മാത്രമുള്ളൂ ഈ ബിനീഷുമായിട്ടുള്ള സൗഹൃദം പ്രശ്നമുള്ളൂ. ബിനീഷ് എന്ന് പറയുന്ന വ്യക്തിയായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിട്ട് പോലും ഇല്ല. കാരണം എനിക്ക് എന്റേതായ സ്പേസ് ഉണ്ട്, എനിക്ക് എന്റേതായ രാഷ്ട്രീയമുണ്ടെന്ന് അദ്ദേഹത്തിനും അറിയാം. അദ്ദേഹത്തിന്റെ ജനിച്ച മുതൽ കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കുന്ന മനുഷ്യനാണ്. അവർക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട്. അത് അവരുടെ ആ സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സൗഹൃദത്തിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ. അല്ല, ഞാനൊരു വിശീർ ബിനീഷ് ഇന്ന് KCA-യുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെനിക്കകത്തുള്ളത്. അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലല്ല ബിനീഷ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഞാൻ സജീവ രാഷ്ട്രീയക്കാരനാണ്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഞാനൊരു ജനപ്രതിനിധിയാണ്. 3 മുന്നണിയുടെ പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് ജയിച്ച ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ഞാൻ. എനിക്ക് എന്റേതായ രാഷ്ട്രീയമുണ്ട്. അത് ബിനീഷ് പറയുന്ന കേട്ട് രാഷ്ട്രീയം കളിക്കേണ്ട ആവശ്യം എനിക്കില്ല. എന്റെ രാഷ്ട്രീയത്തിൽ, എന്റെ മുമ്പിലുള്ള രാഷ്ട്രീയം ഞാൻ പറഞ്ഞല്ലോ. ഇത് ഞാനത് പറയുന്ന തെറ്റാണ്. കാരണം ഇത് എന്നോടും എന്റെ കുടുംബത്തോടും ഈ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പോലീസും അദ്ദേഹത്തിന്റെ പോലീസ് പറയില്ല, അദ്ദേഹത്തിന്റെ ഓഫീസും ചെയ്ത ക്രൂരതകൾ ചെറുതൊന്നുമല്ല. ഞാൻ അങ്ങനെയാണ് ഇത് അന്വേഷിച്ചു തുടങ്ങിയത്. പക്ഷേ അന്വേഷിച്ചു തുടങ്ങി ഒരു പടിയെത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് അതിനപ്പുറത്തേക്ക് ഇത് എന്റെ സാമൂഹ്യ പ്രതിബദ്ധതയാണ്. വളരെ നിസ്സാരമായ ഒരു കാര്യം പറയട്ടെ, ഒരു വലിയ കൊള്ള ഈ നാട്ടിൽ നടന്നുവെന്ന് ഒരു ജുഡീഷ്യൽ ബോഡി എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ആർക്കും പരാതിയില്ല, ആർക്കും അതിനെ സംബന്ധിച്ച് ചർച്ചയില്ല. ഇവിടെ ആരും അതിനെക്കുറിച്ച് ചോദിക്കാനില്ലതാണ്. ഈ 135 കോടി രൂപ മേടിച്ചുകൊണ്ട് പോയ ഈ രാഷ്ട്രീയ നേതാക്കളെല്ലാം വീട്ടിൽ സുഖമായി കിടന്നുറങ്ങുന്നു. ഇവിടെ ക്ഷേമപെൻഷൻ മറിയക്കുട്ടിയുടെ കേസ് നമ്മൾ ഈ സമൂഹമാണ് ചർച്ച ചെയ്യുന്നത്. 1800 രൂപ അവർക്ക് പെൻഷൻ കൊടുക്കാൻ സർക്കാരിന് കാശില്ല. അപ്പോഴാണ് ഇത് 135 കോടി രൂപയൊന്നുമല്ല, 40,000 കോടി. കേരളം കണ്ടതിലെ ഏറ്റവും വലിയ അഴിമതിയാണ് ഇത്. 40,000 കോടി രൂപയുടെ അഴിമതിയാണിത്. അതിന്റെ ഒരു മൂലയിൽ മാത്രം SFI വന്നാൽ ആ 40,000 കോടി രൂപയുടെ അഴിമതിയും പുറത്തു വരും.
കേരളത്തിലെ ഒത്തിരി രാഷ്ട്രീയ നേതാക്കളുടെ തല ഉരുളും, ഒരു നിമിഷം വേണ്ട. ഷോൺ ജോർജ് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇത് താൻ ആദ്യമായല്ല ഇടതുപക്ഷ സർക്കാരിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. പല പ്രശ്നങ്ങളിൽ എണ്ണി അദ്ദേഹം പറയുന്നു, പല പ്രശ്നങ്ങളിൽ താൻ സർക്കാരിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്, സർക്കാരിനെതിരെ പരാതിയും നൽകിയിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അല്ലെങ്കിൽ ഒരു പരാതി കൊടുത്തപ്പോൾ, നടപടിക്ക് വേണ്ടി അപേക്ഷിച്ചപ്പോൾ അതുമാത്രം വലിയ വിഷയമായി കൊട്ടിഘോഷിക്കുന്ന മാധ്യമങ്ങൾ, അതുമാത്രം വലിയ കാര്യമായി എടുത്തുകൊണ്ട് അതിൽ ബിനീഷ് കോടിയേരിക്ക് പങ്കുണ്ട് എന്ന തരത്തിലേക്കൊക്കെ വാർത്തകൾ ചമയ്ക്കുന്നതിൽ തീർത്തും വിരോധമാണ്, അതിനോട് യോജിക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹം അടിവരയിട്ട് പറയുന്നതും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് ഇടമില്ല എന്നതും വളരെ കൃത്യമാണ്.